എൻ്റെ വലിയച്ഛൻ എന്ന് പറയുന്നത് കാട്ടാക്കട സെൻറ്ററിലും അമ്മ തിരുവല്ല സെൻറ്ററിലും എൻ്റെ അച്ഛൻ്റെ ചേട്ടൻ കോഴഞ്ചേരി സെൻറ്ററിലും എൻ്റെ അച്ഛൻ കൊട്ടാരക്കരയിലും ഏറ്റവും ഇളയ ആൾ ഇവർക്കൊക്കെ ഈ കുട്ടി അന്ന് കുട്ടികളാണ്. എൻ്റെ അച്ഛന് 8-9 വയസ്സേ ഉള്ളൂ. ഏറ്റവും ഇളയ കുട്ടി എന്ന് പറയുന്ന ആൾ തീരെ പൊടിയായിരിക്കുമ്പോഴും വേറെ ഒറ്റയ്ക്കൊരു സെൻറ്ററിലാക്കിയിരിക്കുകയാണ്, ഉമ്മന്നൂർ എന്ന് പറയുന്ന സെൻറ്ററിൽ. ഒന്ന് ഓർത്ത് നോക്കി, അച്ഛനും അമ്മയും 2 സ്ഥലത്ത്, ഈ 3 കുഞ്ഞുങ്ങളും 3 സ്ഥലത്ത്. CPM സിലോൺ ബന്ധക്കോസുകാരുടെ അശാസ്ത്രീയമായിട്ടുള്ള സുവിശേഷ വേലയുടെ ഫലമായി ഈ 3 കുഞ്ഞുങ്ങളും വഴിതെറ്റിപ്പോകാൻ കാരണം അച്ഛൻ്റെ അമ്മയുടെ സ്നേഹമില്ല. അതുപോലെ തന്നെ ആ സെൻറ്ററിലെ പാസ്റ്റർമാർ അവരുടെ പീഡനങ്ങൾ, എൻ്റെ അച്ഛൻ അനുഭവിച്ച കാര്യങ്ങളൊക്കെ ഇന്നലെ വൈകിട്ട് എന്നോട് ഇരുന്ന് പറഞ്ഞത്. എൻ്റെ അച്ഛനെ കടയിൽ വിടുക, എൻ്റെ അച്ഛനെ കൊണ്ട് തുണി കഴിയിക്കുക. അപ്പോൾ കൊച്ചു കുട്ടികളാണെന്ന് ഓർത്തോണം. ഇവർക്ക് പ്രത്യേകം പാത്രത്തിൽ ആഹാരം കൊടുക്കുക. ഇവരുടെ കൂടെ തന്നെ വേറൊരു വെളുത്ത കുട്ടിയുണ്ട്, അവന് പ്രത്യേക പരിഗണന കൊടുക്കുകയും എൻ്റെ അച്ഛനെ മാറ്റി നിർത്തുകയും ചെയ്യുന്ന അവസ്ഥ. ഇതെല്ലാം തിക്കുമുട്ടനുഭവപ്പെട്ട് ഇവർ ഈ 3 കുട്ടികളെ ഈ 3 സെൻറ്ററിൽ നിന്ന് ഒളിച്ചോടി നാട്ടിലേക്ക് വരുന്നു എന്നുള്ളതാണ് വളരെ വേദനാജനകമായ ഒരു സംഭവം. എല്ലാവർക്കും എൻ്റെ വിനീതമായ സ്നേഹവന്ദനം. ഒയാസിസ് TVയിലെ മൈ സ്റ്റോറി എന്ന പങ്ക്തിയിൽ എൻ്റെ ജീവിത അനുഭവ സാക്ഷ്യങ്ങൾ പറയുവാൻ ഇങ്ങനെ ഒരു അവസരം തന്നതിൽ ഞാൻ എന്നും കടപ്പെട്ടവനായിരിക്കും. കാരണം എന്നെപ്പോലെയുള്ള ഏറ്റവും പ്രാദേശികമായ തലത്തിൽ ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്ന രാഷ്ട്രീയ പ്രവർത്തകനായിരുന്ന, അല്ലെങ്കിൽ ഇപ്പോൾ കവി എന്ന നിലയ്ക്ക് കവിത അവതരിപ്പിക്കുന്ന ആൾ എന്ന രീതിയിൽ ഇങ്ങനെയുള്ള അവസരങ്ങൾ അങ്ങനെ കിട്ടാറില്ല എന്നുള്ളതാണ് സത്യം. ജീവിതത്തിൻ്റെ പുറംപോക്കുകളിൽ ഒറ്റപ്പെട്ടു പോയവൻ്റെ സംഘശക്തിയാൽ ഉയർകൊണ്ട ചില പ്രസ്ഥാനങ്ങളിൽ പ്രവർത്തിച്ചുകൊണ്ട്, ഏറ്റവും കൂടുതൽ തെറ്റിദ്ധരിക്കപ്പെട്ടുകൊണ്ട്, അതിൻ്റെ ട്രാപ്പിൽ, അതിൻ്റെ ചതിക്കുഴികളിൽ വീണ് ജീവിതം ഹോമിക്കപ്പെട്ട ഒരു വ്യക്തി എന്ന നിലയ്ക്ക് എനിക്ക് എൻ്റെ ജീവിതകഥ എഴുതി പിടിപ്പിച്ചാൽ, അല്ലെങ്കിൽ മറ്റൊരാളോട് പറയുവാൻ, ഒരു സമൂഹത്തിൻ്റെ മുന്നിലേക്ക് വിളിച്ചു പറയുവാൻ ഒരവസരം കിട്ടിയതോർത്താണ് ഞാൻ ആദ്യമേ സന്തോഷവാൻ എന്ന് പറഞ്ഞത്. ഞാനിപ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും അംഗമല്ല. എന്നാൽ ഒരു 10-12 വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിലെ ഒരു പ്രമുഖമായ രാഷ്ട്രീയ പാർട്ടിയുടെ സജീവമായ പ്രവർത്തകനായിരുന്നു ഞാൻ. ഇന്ന് കേരളം ഭരിക്കുന്ന CPM എന്ന് പറയുന്ന പ്രസ്ഥാനത്തിൻ്റെ ഫുൾ ടൈമർ എന്ന് വിളിക്കുന്ന ഒരു പ്രവർത്തകൻ, അതായത് മുഴുവൻ സമയ രാഷ്ട്രീയ പ്രവർത്തകൻ. അതിനെനിക്ക് പാർട്ടി അലവൻസും തരുമായിരുന്നു. ഞാൻ ചുമ്മാ ഒരു പ്രൊഫഷണലിസം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അനുകരണം എന്ന നിലയ്ക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫാഷൻ എന്ന നിലയ്ക്കോ ഒന്നുമല്ല രാഷ്ട്രീയ പ്രവർത്തനം ചെയ്തത്. വില കൊടുത്തുള്ള രാഷ്ട്രീയ പ്രവർത്തനമായിരുന്നു. ഈ തകഴിയിൽ, എൻ്റെ നാട് തകഴിയാണ്, ഈ തകഴിയിൽ അമ്പലപ്പുഴ ഏരിയ കമ്മിറ്റി, അതേപോലെ തന്നെ തകഴി ഏരിയ കമ്മിറ്റിയായി മാറി ഇപ്പോഴൊക്കെ ഇവിടുത്തെ ഏരിയ സെക്രട്ടറി എന്ന് പറയുന്ന ആ വ്യക്തിയുമായി സന്തത സഹചാരിയായി ഞങ്ങൾ 2 പേരും ഒരുമിച്ചാണ് രാഷ്ട്രീയ പ്രവർത്തനം നടത്തിക്കൊണ്ടിരുന്നത്. അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള രാഷ്ട്രീയ വിദ്യാഭ്യാസം നേടിയെടുക്കുവാനും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയമായിട്ടുള്ള അറിവുകൾ അത് പകർന്ന് എനിക്ക് തരുവാനും, ഞാനത് സ്വീകരിക്കുവാനും, അത് പഠിച്ച് അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള, അതായത് മാർക്സിസം ലെനിനിസം എന്ന് പറയുന്ന തത്വശാസ്ത്രത്തിൻ്റെ സകല കാര്യങ്ങളും അതേക്കുറിച്ച് പഠിച്ച് ഗ്രഹിച്ച്, നാട്ടിലൊരു പ്രശ്നമുണ്ടായാൽ, ഏതെങ്കിലും ഒരു പ്രശ്നത്തെ അഭിമുഖീകരിച്ചാൽ, ഏതെങ്കിലും ഒരു സമരത്തെ നയിക്കുമ്പോഴൊക്കെ മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് അടിസ്ഥാനത്തിലാണ് അതിനെ ഞങ്ങൾ വിശകലനം ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ പഠിച്ചിട്ടാണ് ഞാൻ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടത്. അന്ന് ഞാൻ വിശ്വസിച്ചിരുന്നത് ഇന്ത്യ എന്ന് പറയുന്ന ഈ രാഷ്ട്രത്തിൽ തൊഴിലാളി വർഗവും മുതലാളി വർഗവും തമ്മിലുള്ള ഒരു പാർലമെൻ്ററി ജനാധിപത്യ വ്യവസ്ഥയിൽ, അതായത് പാർലമെൻ്ററി രംഗത്ത് ഇലക്ഷനിലൂടെ അല്ലെങ്കിൽ ബാലറ്റിലൂടെ ഇന്ത്യയിൽ ഒരു തൊഴിലാളി വർഗ സർവാധിപത്യ രാഷ്ട്രമാകുമെന്നും ഉള്ള പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട്, വളരെ തെറ്റിദ്ധരിക്കപ്പെട്ടുകൊണ്ട് ഞാൻ രാഷ്ട്രീയ പ്രവർത്തനം നടത്തി. എൻ്റെ ജീവിതം, ഇന്നത്തെ എൻ്റെ ജീവിതം എന്ന് പറയുന്നത്, അത് പറയാൻ വേണ്ടിയാണ് ഇത്രയും പറഞ്ഞത്. ഒരു വീടില്ല, അല്ലെങ്കിൽ കുട്ടികളുടെ വിദ്യാഭ്യാസം ശരിയായി കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല, സാമൂഹ്യ ബന്ധങ്ങൾ ശരിയായി കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല,
ഇതൊക്കെ ഈ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ പരിണിത ഫലങ്ങളാണ്. കാരണം അന്ധമായി ഈ തത്വശാസ്ത്രത്തെ നെഞ്ചേറ്റുകയും വിശ്വസിക്കുകയും ചെയ്തിട്ട് അവസാനം പാർലമെൻ്ററി രംഗത്തും സംഘടനാ രംഗത്തും ഒരു അവസരം കിട്ടാതെ വളരെ നിരാശപ്പെട്ടുകൊണ്ട് ഈ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ നിന്ന് പിൻവാങ്ങേണ്ടി വന്ന ഒരാളെന്ന നിലയ്ക്ക് ഇത് പറയാതിരിക്കാൻ കഴിയില്ല. ഞാൻ ജനിച്ചതും വളർന്നതും ആലപ്പുഴ ജില്ലയിൽ കുട്ടനാട് താലൂക്കിലാണ് പടഹാരം എന്ന സ്ഥലം. ചരിത്രപരമായി വളരെ പ്രാധാന്യമുള്ള ഒരു സ്ഥലമാണ് പടഹാരം. ഇപ്പോൾ പുതിയൊരു പാലമൊക്കെ പടഹാരത്ത് വന്നെങ്കിലും ഇനിയിപ്പോൾ അതിൻ്റെ പേരിലായിരിക്കാം പടഹാരം അറിയപ്പെടുന്നത്. എങ്കിലും പടഹാരം എന്ന് പറഞ്ഞ പേര് വരുവാൻ കാര്യം രാജാവും പരിവാരങ്ങളും ഇതിലെ സഞ്ചരിച്ചപ്പോൾ അവർക്ക് ഹാരം കൊടുത്ത് അല്ലെങ്കിൽ പൂമാല അണിയിച്ച് അവരെ സ്വീകരിച്ച സ്ഥലമാണ് പടഹാരം എന്നാണ് ഒരു ചരിത്ര പിൻബലമുള്ളത് ഈ പേരിന്. അച്ഛനും അമ്മയും സാധാരണ കർഷക തൊഴിലാളികളായിരുന്നു. എൻ്റെ കുട്ടിക്കാലം സ്കൂളിൽ പോകുന്നതിന് മുമ്പുള്ള കുട്ടിക്കാലത്ത് തന്നെ വലിയമ്മയുടെ കഥകൾ, ഒട്ടനവധി കഥകൾ കേട്ടാണ് വളർന്നത്. എൻ്റെ വലിയച്ഛൻ നല്ലൊരു കർഷക തൊഴിലാളിയായിരുന്നു. വലിയമ്മയും എൻ്റെ അമ്മയും ചിറ്റമാരും അമ്മയുടെ വീട്ടിൽ നിന്നാണ് ഞങ്ങൾ വളർന്നത്. ചില എടുത്തു പറയത്തക്ക കാര്യങ്ങളുണ്ടെന്ന് പറഞ്ഞാൽ എൻ്റെ വലിയമ്മ ഈ അട്ടക്കൊക്ക എന്ന് പറയുന്ന ഒരു കൊക്കയുണ്ട് ഈ കുട്ടനാട്ടിൽ. ചില രോഗങ്ങൾക്ക് ഔഷധമാണെന്നാണ് പറയുന്നത്. ആ കൊക്കയിൽ അട്ടക്കൊക്ക എന്നാണ് പറയുന്നത്. നമ്മളിങ്ങനെ പിടിക്കുക, ഇങ്ങനെ ഒരു വല്ലാത്തൊരു രൂപത്തിലിരിക്കുന്ന അട്ടക്കൊക്ക, അതിൻ്റെ പുറന്തോടും നാവും ഉണ്ട്. ഇതിങ്ങനെ നാവടച്ചകത്തിരിക്കത്തേയുള്ളൂ. അത് ഇങ്ങനെ ഒച്ചു പോകുന്ന പോലെ പോകും. അട്ടക്കൊക്ക എന്നാണ് ഇതിന് പറയുന്നത്. എൻ്റെ വലിയമ്മ ഈ അട്ടക്കൊക്ക എടുത്തിട്ട് ഒരു പാട്ട് പാടുമ്പോൾ ഈ അട്ടക്കൊക്ക ഇങ്ങനെ നൃത്തം വയ്ക്കും. അതിങ്ങനെ നൃത്തം വെക്കുന്ന പറഞ്ഞാൽ അതിൻ്റെ നാവ് ഇങ്ങനെ ആട്ടും. അമ്മ പാട്ട് മുറുക്കുമ്പോൾ ഇതിൻ്റെ നാവ് മുഴുവൻ വെളി വന്നിട്ടിങ്ങനെ ആടും. അപ്പോൾ പെട്ടെന്ന് ആ പാട്ട് നിർത്തി കഴിഞ്ഞാൽ ഈ അട്ടക്കൊക്ക ചത്തുപോകും. അല്ലാതെ ഇത് പാടി അതിൻ്റെ തീവ്രമായിട്ടുള്ള അവസ്ഥയിലേക്ക് ചെന്നാൽ ഇതിൻ്റെ നാവും ഈ തോടും കൂടി രണ്ടായിട്ട് ചത്തുപോവുകയാണ് ചെയ്യുന്നത്. അട്ടക്കൊക്കെ എടുത്ത് പാട്ട് പാടിച്ച് നൃത്തം ചെയ്യിക്കുന്ന ഞങ്ങളെ കാണിച്ചു തരും. അതുപോലെ തന്നെ ഒരു പിടി നെൽമണി എടുത്തിട്ട് അതിലെ ആണിനെയും പെണ്ണിനെയും വേർതിരിച്ചെടുക്കും. അതേപോലെ എൻ്റെ വലിയച്ഛൻ പാടത്തേക്ക് ഇറങ്ങിയിട്ട് ഒരുക്കി വിതയ്ക്കാനിട്ടിരുന്ന പാടത്തേക്ക് ഇറങ്ങി ഒരല്പം ചെളിയെടുത്ത് രുചിച്ച് നോക്കിയിട്ട് ഇവിടെ ഏത് വിത്ത് വിതയ്ക്കണമെന്ന് പറയുമായിരുന്നു. ഇത്തരം പ്രകൃതിയുമായി ഇണങ്ങിക്കഴിയുന്ന തൊഴിലാളി വർഗത്തിനിടയിലാണ് എൻ്റെ ബാല്യം. അതുകൊണ്ട് തന്നെ ഒട്ടനവധി കഥകൾ അമ്മ പറഞ്ഞു. കൊച്ചഴകൻ്റെ കഥകൾ, ചെങ്കുട്ടവൻ്റെ കഥകൾ, മടയുറയ്ക്കുവാൻ വേണ്ടി പാവങ്ങളെ, കർഷക തൊഴിലാളികളെ ആ മടയിലിട്ട് ചെളിയിട്ട് മൂടുന്ന കഥകളെല്ലാം നടന്ന കാര്യങ്ങളാണ്. അതുപോലെ തന്നെ കായലുകൾ കുത്തിപ്പൊക്കി വളച്ചെടുത്ത് കൃഷിയുണ്ടാക്കിയ കൃഷിവലന്മാർ, അന്നത്തെ ആയിരക്കണക്കിന് തൊഴിലാളികളെ കൊണ്ട് കട്ടകുത്തി വളച്ചെടുത്ത് കായലുണ്ടാക്കി അവിടെ കൃഷി ചെയ്ത് നാടിന് ഒരു വലിയ സംഭാവന നൽകിയ കർഷക തൊഴിലാളികളുടെ കഥകൾ, ഒത്തിരി കഥകൾ ഇങ്ങനെ പറയുമായിരുന്നു. ഞാൻ ഈ കഥകളൊക്കെ കേട്ടാണ് ഉറങ്ങുന്നത്. വലിയമ്മയുടെ അച്ഛനും അമ്മയും അങ്ങ് കൊയ്യാൻ ദൂരെ പോവും. ഞങ്ങളിങ്ങനെ ഇവർ വരുന്നത് നോക്കി അമ്മ കഥ പറഞ്ഞ് ഞങ്ങൾ ഉറങ്ങിപ്പോവും. കഥ കേട്ടാണ് വളർന്നത്. ചേറിൻ്റെ മണമുള്ള കുട്ടനാട്ടിലെ കഥകൾ. അങ്ങനെ വളരെ ചരിത്ര പ്രാധാന്യമായിട്ടുള്ള കുട്ടനാട്ടിൽ ജനിച്ചു വളർന്നു. മറ്റൊന്ന്, തകഴി ശിവശങ്കരപ്പിള്ള എന്ന് പറയുന്ന ബഹുമാനപ്പെട്ട എഴുത്തുകാരൻ. അദ്ദേഹം ഈ പാടത്തിൻ്റെ വരമ്പത്തൊക്കെ വരികയും കൃഷി നോക്കാൻ വരികയും അദ്ദേഹം കണ്ട കർഷക തൊഴിലാളികളുടെ ഇടയിലുള്ള കഥകളൊക്കെയാണ് എഴുതിയത്. പക്ഷേ അദ്ദേഹം ഈ കർഷക തൊഴിലാളികൾക്കിടയിലേക്ക് ആഴത്തിലേക്ക് ഇറങ്ങി ചെന്നിട്ട് അവരുടെ ജീവിത കഥകൾ എഴുതിയിട്ടില്ല. അദ്ദേഹം ഉപരിപ്ലവമായി കണ്ടതാണ് എഴുതിയത്. കാരണം അങ്ങനെ എഴുതുമായിരുന്നെങ്കിൽ അദ്ദേഹം ഈ അട്ടക്കൊക്കായുടെ കാര്യവും അതുപോലെ തന്നെ ചേറ് രുചിച്ച് നോക്കിയും വിത്ത് വിതയ്ക്കുന്ന കാര്യവും അതുപോലെ തന്നെ ആൺമണിയെയും പെൺമണിയെയും വേർതിരിക്കുന്ന കാര്യമൊന്നും അദ്ദേഹത്തിൻ്റെ കഥകളിലേക്കും ഇല്ല, പരാമർശിക്കപ്പെട്ടിട്ടില്ല. കാരണം അദ്ദേഹം ഇവർക്കിടയിലേക്ക് വരാത്തതാണ് അത് കാരണം. അദ്ദേഹം ഉപരിപ്ലവമായി കണ്ടതാണ് തൻ്റെ നോവലിലും കഥകളിലുമൊക്കെ എഴുതിയത്. ഞാനന്ന് കൊച്ചുകുട്ടിയായിരുന്നപ്പോഴും നിരീക്ഷണ പാഠവും എനിക്കന്ന് ഉണ്ടായിരുന്നു എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. കാരണം അന്ന് എൻ്റെ വലിയമ്മ ഞങ്ങളെ കഥ പറഞ്ഞ് ഉറക്കുന്ന സമയങ്ങളിൽ എൻ്റെ അനിയന്മാർ അവർക്ക് ഞാൻ കഥ പറഞ്ഞു കൊടുക്കുന്ന ഒരു പ്രവണത കൂടി അന്ന് ഞങ്ങൾക്ക് കുട്ടിക്കാലത്ത് ഉണ്ടായിരുന്നു. അങ്ങനെ കുട്ടിക്കാലത്ത് ഒട്ടനവധി ഓർമ്മകളുണ്ട്. കരിമാടി ഗവൺമെൻറ് സ്കൂളിലാണ് പഠിച്ചത് ഞാൻ. ST കോളേജ് ആലപ്പുഴ, അവിടെയാണ് ഉപരിപഠനം നടത്തിയത്. ഈ കാലഘട്ടത്തിലാണ് ഞാൻ കവിത എഴുതുന്നത്. കവിത എഴുതുകയും ചില കവിതകളൊക്കെ സുഹൃത്തുക്കൾക്കിടയിലും
ക്ലാസ് റൂമുകളിലും എന്നെ കൊണ്ട് ചൊല്ലിക്കുമായിരുന്നു. ഞാൻ എഴുതിയ കവിതകൾ എന്നെ കൊണ്ട് ചൊല്ലിക്കുമായിരുന്നു. അങ്ങനെ ചൊല്ലി മറ്റുള്ളവരുടെ ഇഷ്ടകഥാപാത്രം പോലെ അവർ പരിഗണിക്കുന്ന ഒരാൾ എന്ന നിലയിൽ ഇലക്ഷനൊക്കെ വരുമ്പോൾ ഓരോ ക്ലാസ്സുകളിൽ കൊണ്ട് എന്നെ കവിത ചൊല്ലിപ്പിച്ചിട്ടുണ്ട്. ആ സമയത്താണ് എൻ്റെ അമ്മയ്ക്ക് വലിയ തലവേദന വരികയും തലവേദന മാറാതെ വന്നപ്പോൾ എൻ്റെ അച്ഛൻ പറഞ്ഞു, എല്ലോറ ഭാഗത്തൊരു പെന്തക്കോസ് പള്ളിയുണ്ട്, അവിടെ പോകാൻ പറഞ്ഞു. അപ്പോൾ അച്ഛൻ ഈ സാഹചര്യത്തിൽ ജനിച്ചു വളർന്ന ആളായതുകൊണ്ട് അച്ഛൻ ഇതേക്കുറിച്ചൊക്കെ അറിയാം. പക്ഷേ അച്ഛൻ ആ പീഡനത്തിൻ്റെയും മറ്റും ഓർമ്മകളുകൊണ്ടാണ് അച്ഛൻ ഞങ്ങളെ ആരെയും കൊച്ചിലൊന്നും കൊണ്ടുപോകാഞ്ഞത്. അമ്മയോട് പറഞ്ഞു, അമ്മ എങ്ങനെ പോയി, അമ്മയുടെ കൂടെ ഞങ്ങളും പോയി. അപ്പോഴൊക്കെ ഞങ്ങൾ വൈകിട്ട് തിരിച്ച് വരുമ്പോൾ അച്ഛനിങ്ങനെ ഈ വളർന്ന സാഹചര്യങ്ങളും അവഗണിക്കപ്പെട്ടതും പീഡനങ്ങളേറ്റവും പറഞ്ഞു തരുമായിരുന്നു. എൻ്റെ അച്ഛൻ്റെ അച്ഛൻ ഇന്നത്തെ ദീ പെന്തക്കോസ്ത് എന്ന് പറയുന്ന അന്നത്തെ TPM സിലോൺ പെന്തക്കോസ്റ്റിലെ പാസ്റ്ററായിരുന്നു എൻ്റെ അച്ഛൻ്റെ അച്ഛൻ. അച്ഛൻ്റെ അമ്മ സിലോൺ പെന്തക്കോസ്റ്റിലെ മദറുമായിരുന്നു. ഞാനിങ്ങനെ ആത്മീയതയിലേക്ക് പോയപ്പോൾ എൻ്റെ അച്ഛൻ എന്നോട് ചോദിച്ചു, നിനക്ക് വേറെ പണിയൊന്നുമില്ലെന്ന് ചോദിച്ചു. അപ്പോൾ എനിക്കറിയാം എന്തിനാണ് അങ്ങനെ ചോദിക്കുന്നതെന്ന്. കാരണം എൻ്റെ അച്ഛൻ എൻ്റെ കുട്ടിക്കാലം തൊട്ടേ എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ള ഒത്തിരി അനുഭവ കഥകളിൽ പെന്തക്കോസ്ത് സമൂഹത്തെ കുറ്റപ്പെടുത്തിയല്ലാതെ എൻ്റെ അച്ഛനൊന്നും പറഞ്ഞിട്ടില്ല. അതിന് കാരണമുണ്ട്. എൻ്റെ അച്ഛൻ്റെ അച്ഛനും അമ്മയും 3 മക്കൾ. എൻ്റെ അച്ഛനൊക്കെ 3 മക്കളാണ്. എൻ്റെ അച്ഛൻ്റെ അച്ഛനും അമ്മയും ഈ 3 മക്കളും വീടും സ്ഥലവും എല്ലാം വിറ്റ് TPM പാസ്റ്ററിന് മുമ്പിൽ ഈ പണം കൊണ്ട് കൊടുത്തിട്ട് ഇറങ്ങുകയാണ് സുവിശേഷ വേലയ്ക്കായി. അങ്ങനെ ഇറങ്ങിയ ഒരു പാരമ്പര്യമുള്ള ഒരാളാണ് ഞാൻ. അതായത് വീടും സ്ഥലവും വിറ്റിട്ട് അതിൻ്റെ പണം മുഴുവൻ സെൻട്രൽ പാസ്റ്ററിൻ്റെ കാൽക്കൽ കൊണ്ട് വെച്ചിട്ട് അവരോട് ചേർന്ന് സുവിശേഷ വേലയ്ക്ക് ഇറങ്ങിയ ഒരു പാരമ്പര്യമാണ് എനിക്കുള്ളത്. അങ്ങനെ അവർ പ്രവർത്തിച്ചപ്പോൾ അന്ന് TPMന് അല്ല സിലോൺ പെന്തക്കോസ്തിന് അധികം ആളുകളൊന്നും ഇല്ലാതിരുന്നപ്പോൾ ആ കാലത്തിലാണ് അവർ കല്യാണം കഴിച്ചവരെ സുവിശേഷ വേലയ്ക്ക് എടുക്കാം എന്ന തീരുമാനമെടുത്തത്. അങ്ങനെ എൻ്റെ വലിയച്ഛനും കുടുംബവും, അതായത് എൻ്റെ അച്ഛൻ 3 മക്കളാണ് അവർ. എൻ്റെ വലിയച്ഛൻ എന്ന് പറയുന്നത് കാട്ടാക്കട സെൻറ്ററിലും അമ്മ തിരുവല്ല സെൻറ്ററിലും, എൻ്റെ അച്ഛൻ്റെ ചേട്ടൻ കോഴഞ്ചേരി സെൻറ്ററിലും, എൻ്റെ അച്ഛൻ കൊട്ടാരക്കരയിലും, ഏറ്റവും ഇളയ ആൾ ഇവർക്കൊക്കെ അന്ന് കുട്ടികളാണ്. എൻ്റെ അച്ഛന് 8-9 വയസ്സേ ഉള്ളൂ. ഏറ്റവും ഇളയ കുട്ടി എന്ന് പറയുന്ന ആൾ തീരെ പൊടിയായിരിക്കുമ്പോഴും വേറെ ഒറ്റയ്ക്കൊരു സെൻറ്ററിലാക്കിയിരിക്കുകയാണ്, ഉമ്മന്നൂർ എന്ന് പറയുന്ന സെൻറ്ററിൽ. ഒന്ന് ഓർത്ത് നോക്കി, അച്ഛനും അമ്മയും 2 സ്ഥലത്ത്, ഈ 3 കുഞ്ഞുങ്ങളും 3 സ്ഥലത്ത്. TPM സിലോൺ പെന്തക്കോസ്തുകാരുടെ അശാസ്ത്രീയമായിട്ടുള്ള സുവിശേഷ വേലയുടെ ഫലമായി ഈ 3 കുഞ്ഞുങ്ങളും വഴിതെറ്റിപ്പോകാൻ കാരണം അച്ഛൻ്റെ അമ്മയുടെ സ്നേഹമില്ല. അതുപോലെ തന്നെ ആ സെൻറ്ററിലെ പാസ്റ്റർമാർ അവരുടെ പീഡനങ്ങൾ, എൻ്റെ അച്ഛൻ അനുഭവിച്ച കാര്യങ്ങളൊക്കെ ഇന്നലെ വൈകിട്ട് എന്നോട് ഇരുന്ന് പറഞ്ഞത്. എൻ്റെ അച്ഛനെ കടയിൽ വിടുക, എൻ്റെ അച്ഛനെ കൊണ്ട് തുണി കഴിയിക്കുക. അപ്പോൾ കൊച്ചു കുട്ടികളാണെന്ന് ഓർത്തോണം. ഇവർക്ക് പ്രത്യേകം പാത്രത്തിൽ ആഹാരം കൊടുക്കുക. ഇവരുടെ കൂടെ തന്നെ വേറൊരു വെളുത്ത കുട്ടിയുണ്ട്, അവന് പ്രത്യേക പരിഗണന കൊടുക്കുകയും എൻ്റെ അച്ഛനെ മാറ്റി നിർത്തുകയും ചെയ്യുന്ന അവസ്ഥ. ഇതെല്ലാം തിക്കുമുട്ടനുഭവപ്പെട്ട് ഇവർ ഈ 3 കുട്ടികളെ ഈ 3 സെൻറ്ററിൽ നിന്ന് ഒളിച്ചോടി നാട്ടിലേക്ക് വരുന്നു എന്നുള്ളതാണ് വളരെ വേദനാജനകമായ ഒരു സംഭവം. ഇവർ ആ സെൻറ്റർ വിട്ട് പോരുകയാണ്. 2-3 ആഴ്ച കഴിഞ്ഞപ്പോൾ അച്ഛൻ പാസ്റ്റർ, എൻ്റെ വലിയച്ഛൻ തിരക്കി നാട്ടിൽ വരികയാണ് ഇവരെ. അപ്പോൾ ബന്ധുക്കളാരും ഇവരെ വിട്ടില്ല അങ്ങോട്ട്. നീ നിൻ്റെ പണിക്ക് പോകണം, നീ നിൻ്റെ പാസ്റ്റർ പണിക്ക് പോകും, ഇവരെ വിടത്തില്ലെന്ന് പറഞ്ഞ് ഇവിടെ നാട്ടിൽ നിർത്തിക്കൊണ്ട് നാട്ടിലെ ബന്ധുക്കൾ ഇവരെ വളർത്തുകയാണ് ഉണ്ടായത്. ഇപ്പോൾ TPMലെ അന്നത്തെ ഇന്നാണ് അവർ കല്യാണം കഴിച്ചവരെ എടുക്കില്ല, ഇന്ന് കല്യാണം കഴിക്കാത്തവരാണ് വേറെയൊക്കെ എടുക്കുന്നത്. പക്ഷെ അന്ന് അങ്ങനെ എടുത്തതിൻ്റെ ഭരണമായി ഇങ്ങനെ തകർന്നു പോയ ഒരു കുടുംബത്തിലെ ഒരംഗമെന്ന നിലയ്ക്ക് എൻ്റെ അച്ഛനും അച്ഛൻ്റെ ജ്യേഷ്ഠാനുജന്മാരും ഒക്കെ പെന്തക്കോസ്ത് സമൂഹത്തെ വെറുക്കാൻ തുടങ്ങി. കാരണം ബൈബിളിൻ്റെയോ അല്ലെങ്കിൽ സത്യവേദ പുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു പ്രവർത്തനമല്ല അത്. അതുകൊണ്ടാണ് ഇത് ഇങ്ങനെ സംഭവിച്ചത്. അപ്പോൾ ഇതെൻ്റെ മനസ്സിലുള്ളിടത്തോളം കാലം എനിക്ക് പെന്തക്കോസ്തുകാരെ കാണുന്നതും പാസ്റ്റർമാരെ കാണുന്നതും ഒക്കെ വളരെ എനിക്ക് ദഹിക്കാത്തൊരു കാര്യമായിട്ടാണ്. ഞാൻ രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക് വരുന്നത് എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ അച്ഛനുമായി ഞങ്ങൾ തകഴി ആ പ്രദേശത്ത് ജോലിക്കാന്ന് പോയിട്ട് തിരികെ വരുമ്പോൾ എല്ലോറ ജംഗ്ഷൻ ഇങ്ങോട്ട് മാറി DYFIയുടെ നാട്ടുകൂട്ടം എന്ന് പറയുന്നൊരു പരിപാടി നടക്കുകയാണ്. ഞാനും ഈ അച്ചായനും കൂടി ഞങ്ങളിങ്ങനെ പണി കഴിഞ്ഞിങ്ങനെ വരികയാണ്. അപ്പോൾ ഒരുപാട് ആളുകളിങ്ങനെ റൗണ്ട് ചെയ്ത് നിന്നിട്ട് സാംസ്കാരിക നായകന്മാരും രാഷ്ട്രീയക്കാരും അന്നത്തെ ഇവിടുത്തെ നേതാക്കന്മാരും എല്ലാം കൂടെ ഇരിക്കുകയാണ്. നാട്ടുകാരും എല്ലാം ഉണ്ട്. അവിടെ ഒരു മൈക്ക് ഉണ്ട്, ആ മൈക്ക് എല്ലാവർക്കും കൊടുക്കും. അപ്പോൾ അവിടുത്തെ ഒരു വിഷയമുണ്ട്, ആ വിഷയത്തെ കേന്ദ്രീകരിച്ച് സംസാരിക്കണം. അതാണ് അവിടുത്തെ നാട്ടുകൂട്ടം എന്നുള്ള പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഞാനും ഈ അച്ചാനും കൂടെ ഇങ്ങനെ
ഇത് കേട്ടിങ്ങനെ വരിക. അപ്പം വിഷയം ചോദിച്ചപ്പം പറഞ്ഞു ജാതി വ്യവസ്ഥ സത്യമോ മിഥ്യയോ, ഇതാണ് വിഷയം. അതേക്കുറിച്ച് സംസാരിക്കുകയാണ് ഓരോരുത്തർ. അപ്പം ഞങ്ങളും ഇങ്ങനെ കയറി നിന്നപ്പം ഒരാൾ പറഞ്ഞു അദ്ദേഹത്തിൻ്റെ കൊടുക്കാൻ പറയാൻ മൈക്ക്. അപ്പോൾ എൻ്റെയിലോട്ട് മൈക്ക് വന്നു. ഞാൻ ജാതി വ്യവസ്ഥ സത്യമോ മിഥ്യമോ എന്ന വിഷയത്തെക്കുറിച്ചൊരു 10-15 മിനിറ്റ് സംസാരിക്കാൻ കാരണം ഞാൻ കുട്ടിക്കാലം മുതലേ വായനാശീലം ഉള്ളതുകൊണ്ട്, ജാതിയെക്കുറിച്ചായതുകൊണ്ട്, ജാതിയുടെ തീക്ഷ്ണാനുഭവങ്ങൾ നേരിട്ട ഒരു വ്യക്തി എന്ന നിലയ്ക്കും ഞാൻ അവിടെ ഒരു 10-15 മിനിറ്റ് ജാതിയെക്കുറിച്ച് സംസാരിച്ചു. അന്ന് ഞാൻ പറഞ്ഞത് പ്രധാനപ്പെട്ട മനുസ്മൃതിയിലെ ചില കോട്ടിങ്സുകളും മനുസ്മൃതി പറയുന്നതുകൊണ്ട് അത് ഞാനവിടെ വ്യക്തമായിട്ട് വിളിച്ചു പറഞ്ഞു. കാരണം അന്ന് ഈ ഡീമണിച്ചൻ എന്ന് പറയുന്ന നേതാവ് അവിടെ ഉണ്ട്. ഞാൻ അദ്ദേഹത്തോട്ട് യാതൊരു പരിചയമില്ല ആ കാലഘട്ടം. പിന്നീട് അദ്ദേഹമായി ഒന്നിച്ച് വർഷങ്ങളോളം നടന്ന് പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്ന് നമ്മളെ പഠിപ്പിക്കുന്നുണ്ടല്ലോ. അതായത് ലോകത്തിന് മുഴുവൻ സുഖം ഭവിക്കട്ടെ എന്ന് പറയുന്നത് ബൈബിളിലില്ല, ഖുറാനിലില്ല, മറ്റിതര മതഗ്രന്ഥങ്ങളിലൊന്നുമില്ല. പറയുകയാണ് ലോകാ സമസ്ത അതായത് ലോകത്തിന് മുഴുവൻ സുഖം ഭവിക്കട്ടെ എന്ന് പറയുന്ന ഒരു ഹിന്ദുയിസ്റ്റ് തത്വശാസ്ത്രം നമ്മളെ പഠിപ്പിക്കുകയാണ്. ഞാൻ പറഞ്ഞു അതിന് മുൻപ് ഒരു 3 വരിയുണ്ട്. സ്വസ്തി പ്രജയാം പരിപാലയന്താം ന്യായേണ മാർഗേണ മഹീമഹീശ ഗോ ബ്രാഹ്മണ്യേഭ്യ സുഖമർത്തിനിഭ്യം ലോകാ സമസ്ത സുഖനോ ഭവന്തു. ഈ ലോകാ സമസ്ത സുഖനോ ഭവന്തു മാത്രമാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. അതിന് മുന്നിലുള്ള വരികൾ പ്രജകളെ പരിപാലിക്കുന്ന രാജാവിനെ പോലെ ഞങ്ങളെ പരിപാലിക്കുന്ന ദൈവമേ, പശുവിനും ബ്രാഹ്മണനും സുഖമായിരുന്നാൽ മാത്രം ലോകത്തിന് മുഴുവൻ സുഖം ഭവിക്കട്ടെ. ഇതിൻ്റെ പിന്നിലെ ആ ക്രിമിനൽ കാഴ്ചപ്പാട് ആ വരികളിലെ അതെന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്ന് ഞാൻ ചോദിച്ചു. നിങ്ങളെ പഠിപ്പിക്കുന്നത് ലോക സമസ്ത സുഖനഭവന്തുമാണ്, പക്ഷെ അതിൻ്റെ ആ മുൻപിലത്തെ വാക്കുകളും അതിൻ്റെ അർത്ഥങ്ങളും നിങ്ങളെ പഠിപ്പിക്കുന്നില്ല. ജാതിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ അത് പറയാതിരിക്കാൻ പറ്റില്ല. പശുവിനും ബ്രാഹ്മണനും സുഖമായിരുന്നാൽ ലോകത്തിന് മുഴുവൻ സുഖം ഭവിക്കട്ടെ. പിന്നീട് മന്ത്രാധീനം ജഗത് സർവം മന്ത്രാധീനന്തു ദൈവതം തന്മന്ത്രം ബ്രാഹ്മണാതീതം ബ്രാഹ്മണോ മമ ദൈവതം. മന്ത്രാധീനം ജഗത് സർവം, ഈ ലോകത്തെ മുഴുവൻ മന്ത്രത്താൽ നിയന്ത്രിക്കാം. മന്ത്രാധീനന്തു ദൈവതം, ദൈവത്തെ പോലും മന്ത്രം കൊണ്ട് നിയന്ത്രിക്കാം. തന്മന്ത്രം ബ്രാഹ്മണാതീതം, ആ മന്ത്രം ബ്രാഹ്മണൻ അതീതമല്ല, ബ്രാഹ്മണവും. അതുകൊണ്ട് ബ്രാഹ്മണനാണ് നിന്റെ ദൈവം. ഈ പഠിപ്പിക്കലുകൾ, ഈ ബ്രാഹ്മണിക്കൽ പഠിപ്പിക്കലുകൾ തെറ്റാണ്, മനുസ്മൃതിയാണ് ഈ ജാതി വ്യവസ്ഥ ഉണ്ടാക്കിയത് എന്നൊക്കെ ഞാനവിടെ വളരെ തീവ്രമായി സംസാരിച്ചപ്പോൾ അല്ല പരിപാടിയെല്ലാം. അപ്പം ഞാനത് പോരാനെങ്കിൽ പേര് പറഞ്ഞ് താങ്കൾ പോരാ അവിടെ നിൽക്കാൻ പറഞ്ഞു. പരിപാടി അവസാനിക്കാറായപ്പോൾ ഡി മണിച്ചൻ എന്ന് പറയുന്ന അന്നത്തെ ആ നേതാവ് എന്നെ വിളിച്ചിട്ട് പേര് ചോദിച്ചു. പേരെല്ലാം പറഞ്ഞു, ഇവിടെ നിൽക്കണം പോരുതെന്ന് പറഞ്ഞു. പരിപാടി കഴിഞ്ഞ് ഞാൻ അവിടെ നിന്നു. അപ്പോൾ നാളെ പാർട്ടി ഓഫീസ് വരാമെന്ന് വരണമെന്ന് പറഞ്ഞു. എപ്പോൾ വരണം സഖാവേന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു വൈകിട്ട് വന്നാൽ മതി, വരണമെന്ന് പറഞ്ഞു. ഞാനവിടെ അടുത്ത ദിവസം വൈകിട്ട് അവിടെ ചെന്ന് ഞങ്ങളിങ്ങനെ 1 മണിക്കൂറോളം 1-2 മണിക്കൂറോളം ഞങ്ങൾ സംസാരിച്ചു. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, സഖാവേ പദാർത്ഥമാണോ ആദ്യം ഉണ്ടായത് അതോ ആശയമാണോ ആദ്യം ഉണ്ടായത്? ഇത് ചോദിച്ചപ്പോൾ അദ്ദേഹം എന്നെ അടിമുടിയെന്ന് നോക്കി. നീ എന്നെ കുരുക്കാൻ ചോദിക്കേണ്ടെന്ന് പറഞ്ഞു. നീ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് അറിയാം. അപ്പോൾ ഇതെങ്ങനെ ഈ ചോദ്യം ചോദിക്കാനുള്ള കാര്യം ഞാൻ പറഞ്ഞു, ഞാൻ വൈരുദ്ധ്യാത്മിക ഭൗതിക ശാസ്ത്രം എന്ന് പറയുന്നൊരു പുസ്തകമുണ്ട്, അത് വായിച്ചിട്ടാണ് ഞാനിത് ചോദിച്ചത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ചോദിച്ചത്. അദ്ദേഹത്തെക്കുറിച്ച് എനിക്ക് പറഞ്ഞു തരികയും മാർക്സിസം എന്താണെന്നും ലെനിനിസം എന്താണെന്നും തത്വശാസ്ത്രങ്ങളുടെ കമ്മ്യൂണിസ്റ്റ് തത്വശാസ്ത്രങ്ങളുടെ വലിയ ഒരു പഠിപ്പിക്കലുകൾ പുള്ളി അന്ന് ഞങ്ങളൊരു രാത്രി ഒരു 12 മണി വരെ അവിടെ ഇരുന്ന് എന്നോട് പറയാം അടുത്ത ദിവസം വരാം. അങ്ങനെ ഞാൻ നിരന്തരം വൈകിട്ടോട്ട് ഇങ്ങനെ പോകും. പുതിയതായിട്ട് താത്വികമായിട്ട് ഞങ്ങൾ സംസാരിക്കും. അദ്ദേഹം ഈ കമ്മ്യൂണിസം എന്താണെന്നൊക്കെ പറഞ്ഞു തരികയും പഠിപ്പിക്കുകയും ചെയ്തിട്ട് അദ്ദേഹം തന്നെ എന്നെ പാർട്ടി ഗ്രൂപ്പിലേക്ക് ചേർക്കുകയും അദ്ദേഹം ഒപ്പിട്ട്, അന്ന് പുള്ളി LC സെക്രട്ടറിയാണ്, എന്നെ പാർട്ടിയിലോട്ട് ചേർക്കുകയും ചെയ്തതാണ് അദ്ദേഹം. അങ്ങനെ പിന്നീട് രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ രണ്ടുപേരും കൂടാണ് എവിടെ പോകുന്നതും. അദ്ദേഹം ഏരിയ സെക്രട്ടറിയായി, ജില്ലാ കമ്മിറ്റി അംഗമായി. അദ്ദേഹം തകഴി ഏരിയയിലെയും ആലപ്പുഴ ജില്ലയിലെയും പ്രാദേശികമായി ഏറ്റവും വലിയ അറിയപ്പെടുന്ന ഒരു നേതാവായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ കൂടെ നടന്നാണ് രാഷ്ട്രീയ പ്രവർത്തനം ഞാൻ നടത്തിയത്. ലോകത്തിലെ ഏറ്റവും സൗന്ദര്യമുള്ള ഒരു തത്വശാസ്ത്രമാണ് കമ്മ്യൂണിസ്റ്റ് തത്വശാസ്ത്രം എന്ന് പറയുന്നത്. കമ്മ്യൂണലിസം അല്ല, കമ്മ്യൂണിസം. അതിൻ്റെ ഒറ്റ ഒരു പദപ്രയോഗം എന്ന് പറഞ്ഞാൽ സമസ്ഥിതി വ്യവസ്ഥ. അതായത് ഈ പറയുന്ന ഞാനും ഇവിടുത്തെ ഏറ്റവും വലിയ ഏതെങ്കിലും ഒരു മുതലാളി, ഞങ്ങൾ ഈ സാമൂഹ്യ സാഹചര്യത്തിൽ ഞങ്ങൾ തുല്യരാണ്. അങ്ങനെ തുല്യരായി ജീവിച്ചാൽ മതി. കവിത എഴുതുന്നവൻ കവിത എഴുതിയാൽ മതി, സാങ്കേതിക വിദ്യ ചെയ്യുന്നവൻ സാങ്കേതിക വിദ്യ ചെയ്താൽ മതി, ടെക്നിക്കൽ പരമായിട്ടുള്ള പണിക്കാരൻ അങ്ങനെ ചെയ്താൽ മതി. അവർക്ക് തുല്യത ഉള്ള ഒരു സംസ്കാരം, ഒരു സാഹചര്യം ഒരുക്കിയെടുക്കുന്നതാണ്
സമസ്ഥിതി വ്യവസ്ഥ. കാറൽ മാക്സിൻ്റെ ഗുരുവായ ഹെഗൽ അദ്ദേഹം പറഞ്ഞത് ഈ കാണുന്ന മൊബൈൽ ഫോൺ എന്ന് അദ്ദേഹം പറഞ്ഞില്ല, ഞാൻ പറയുകയാണ്. അദ്ദേഹം പറഞ്ഞതിൻ്റെ ഒരു പ്രാർത്ഥിക തലം പറഞ്ഞില്ല. ഈ കാണുന്ന മൊബൈൽ ഫോൺ, ഈ തൂവാല, ഈ കാണുന്ന കെട്ടിടങ്ങൾ, അല്ലെങ്കിൽ നമുക്ക് ചുറ്റും കാണുന്ന കാറുകൾ, വിമാനങ്ങൾ ഒക്കെ നമ്മുടെ ചിന്തയുടെ ഫലമായിട്ട് ഉണ്ടാക്കിയതാണ്. ഞാൻ ഒന്നുകൂടി അത് ആവർത്തിക്കുകയാണ്. ഞാൻ ഈ സംസാരിക്കുന്ന ഇവിടെ ക്യാച്ച് ചെയ്യുന്ന ഈ ക്യാമറ, ഈ ഫോണ്, കാറുകൾ, ബൈക്കുകൾ, ബസ്സുകൾ, വിമാനങ്ങൾ, ഇതെല്ലാം മനുഷ്യൻ്റെ ചിന്തയുടെ ഫലമായിട്ട് ഉണ്ടാക്കിയതാണ്. ഹെഗൽ പറയുന്നതാണ്. അത് ശരിയാണെന്ന് എനിക്കും അഭിപ്രായമുണ്ട്. കാരണം മനുഷ്യൻ ചിന്തിക്കാത്ത ഒരു സമൂഹത്തിന് ഒന്നും ഉണ്ടാക്കാനും നേടാനും പറ്റത്തില്ല. ചിന്തിച്ചിട്ട് തന്നെ ഉണ്ടാക്കാം. അവൻ്റെ ചിന്തയുടെ ഉൽപ്പന്നമാണിതെന്നാണ് ഹെഗൽ പറയുന്നത്. അദ്ദേഹം പറയുന്നു, അങ്ങനെയെങ്കിൽ സൂര്യനും ചന്ദ്രനും താരാഗണങ്ങളും നക്ഷത്രഗോളങ്ങളും എല്ലാം മറ്റൊരു ചിന്തയുടെ ഫലമല്ലേ? ഇതാണ് ഭൗതികവാദവുമായി ബന്ധപ്പെട്ട് കാറൽ മാക്സും ഹെഗലും തമ്മിലുള്ള ഒരു തർക്കം നടക്കുകയാണ്. തർക്കം എന്ന് പറഞ്ഞാൽ ഹെഗലിൻ്റെ ശിഷ്യനാണ് കാറൽ മാക്സ്. ഹെഗൽ പറയുകയാണ്, ക്യാമറയും കാറും വിമാനവും വണ്ടികളും ഒക്കെ ഒരു മനുഷ്യൻ്റെ ചിന്തയുടെ ഫലമായിട്ടാണ് ഉണ്ടായതെങ്കിൽ ഈ മനുഷ്യനും സൂര്യനും ചന്ദ്രനും നക്ഷത്രഗോളങ്ങളും ഭൂമിയും സർവ്വചരാചരങ്ങളും മറ്റൊരു ചിന്തയുടെ ഫലമല്ലേ എന്ന് ചോദിക്കുമ്പോൾ അവിടെയാണ് ദൈവത്തിൻ്റെ പ്രസക്തി. അവിടെ ദൈവത്തിൻ്റെ പ്രസക്തി അവിടെ വിളിച്ച് പറയുകയാണ് അദ്ദേഹം ചെയ്യുന്നത്. അതിനെ നിരാകരിക്കുന്നവരുണ്ട്, അതിനെ തള്ളിക്കളയുന്നവരുണ്ട്. കമ്മ്യൂണിസ്റ്റുകൾ ഭൗതികവാദികളായതുകൊണ്ട് അതിനെ തള്ളിക്കളയാണ്. അങ്ങനെ ഒരു ചിന്തയില്ല. പ്രപഞ്ചത്തിൽ ഒരു ആകസ്മികമായ ഒരു പൊട്ടിത്തെറി ഉണ്ടാകുകയും ഈ ഗോളങ്ങളെല്ലാം തണുത്ത് വർഷങ്ങൾക്ക് കോടാനുകോടി വർഷങ്ങൾ തണുത്ത് അത് ഇങ്ങനെ ഗ്രഹങ്ങളാകുകയും നക്ഷത്രങ്ങളാകുകയൊക്കെ ചെയ്യുന്നുള്ള സിദ്ധാന്തമാണത്. അതാണ് ഭൗതികവാദികൾ പറയുന്നത്. പക്ഷേ ഹെഗലിൻ്റെ വാദം ദൈവത്തിൻ്റെ പ്രസക്തിയെ അവിടെ വിളിച്ചു പറയുകയാണ്. അങ്ങനെ ഒരു ചിന്തയുടെ ഫലമായിട്ടല്ലേ അതൊക്കെ ഉണ്ടായത്, സൂര്യനൊക്കെ ഉണ്ടായതെന്ന് പറയുമ്പോൾ അവിടെ. എന്നാൽ ആ വാദത്തെ നിരാകരിച്ചുകൊണ്ട് അത് തെറ്റാണെന്ന് പറഞ്ഞുകൊണ്ടാണ് കാറൽ മാക്സ് ഭൗതിക തത്വശാസ്ത്രത്തിലേക്ക് വരുന്നത്. അതിനെ നിരാകരിച്ചുകൊണ്ടാണ് ഹെഗലിനെ ഗുരുവിൻ്റെ അഭിപ്രായത്തെ കടത്തി അത് തെറ്റാണെന്ന് സമർത്ഥിച്ചുകൊണ്ടാണ് കാറൽ മാക്സ് വൈരുദ്ധ്യാത്മിക ഭൗതികവാദവും ചരിത്രപരമായ ഭൗതികവാദവും എന്ന് പറയുന്ന ഗ്രന്ഥം എഴുതുന്നത്. ചരിത്രപരമായ ഭൗതികവാദം എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ ഇത് വളരെ സവിസ്തരമായും ഇത് പറയുന്നുണ്ട്. അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് ചരിത്രകാരന്മാരും ചരിത്ര രീതികളും കമ്മ്യൂണിസ്റ്റ് സൗന്ദര്യശാസ്ത്രവുമുണ്ട്. റഷ്യയിൽ ലെനിൻ അദ്ദേഹം ഇങ്ങനെ കസേരയിൽ ഇരുന്ന് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് കാല് താഴെ മുട്ടല്ല, അത്രയ്ക്കും നീളം കുറവായിരുന്നു. പക്ഷേ അവിടെ പൊതുവായ വിപ്ലവ രംഗങ്ങളിലെല്ലാം അതിന് നേതൃത്വം കൊടുത്ത് അണിയറയിൽ പ്രവർത്തിച്ചത് ലെനിനായിരുന്നു. അതുപോലെ തന്നെ സ്റ്റാലിൻ്റെ കാലഘട്ടത്ത് സ്റ്റാലിന് രഹസ്യ പോലീസ് ഉണ്ടായിരുന്നു റഷ്യയിൽ. അവിടെ കമ്മ്യൂണിസ്റ്റ് ഭരണം വന്നപ്പോൾ, സ്റ്റാലിൻ്റെ നേതൃത്വത്തിൽ അവിടെ ഭരണം വന്നപ്പോൾ അവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരെ പറയുന്നവനൊന്നും പിറ്റേ ദിവസം കാണത്തില്ല, എങ്ങോട്ട് പോയെന്ന് കാണത്തില്ല. അവനെ ഇല്ലായ്മ ചെയ്യുകയാണ്. സ്റ്റാലിൻ്റെ രഹസ്യ പോലീസ് അവനെ ഇല്ലായ്മ ചെയ്യുകയാണ്. പാർട്ടിക്കെതിരായിട്ട് പറയുന്നവർ വേണ്ട. പള്ളികളും അതുപോലെ തന്നെ മത സംവിധാനങ്ങളെല്ലാം നിരോധിച്ചു കളഞ്ഞു. റഷ്യയിലെ കമ്മ്യൂണിസ്റ്റ് ഭരണകാലത്ത് സഖാവ് ട്രോട്സ്കിയെ നാട് കടത്തുകയും അദ്ദേഹത്തെ കൊലപ്പെടുത്തുകയും ചെയ്തു എന്നാണ് ചരിത്രം പറയുന്നത്. അത് പറയുന്നത് രജനീഷ് അഥവാ ഓഷോ എന്ന് പറയുന്ന ഒരു ആത്മീയ ആചാര്യനുണ്ടായിരുന്നല്ലോ, നമുക്കറിയാമല്ലോ, ഭഗവാൻ രജനീഷിൻ്റെ കമ്മ്യൂണിസവും ധ്യാനവും എന്ന് പറയുന്ന പുസ്തകത്തിൽ വ്യക്തമായി അത് പറയുന്നുണ്ട്. ട്രോട്സ്കിയെ നാട് കടത്തി അദ്ദേഹത്തിനെ കൊലപ്പെടുത്തുകയാണ് ചെയ്തതെന്ന്, സ്റ്റാലിൻ്റെ രഹസ്യ പോലീസ് കൊലപ്പെടുത്തുകയാണ് ചെയ്തത്, നാട് കടത്തുകയും കൊലപ്പെടുത്തുകയും ചെയ്തു എന്ന് ആ പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്. അതേപോലെ തന്നെ ഓഷോ അടക്കമുള്ള ഒട്ടനവധി ബുദ്ധിജീവികളും എഴുത്തുകാരും ചരിത്രകാരന്മാരും ഒക്കെ കമ്മ്യൂണിസം എന്താണെന്ന് പഠിച്ച്, ഭൗതികവാദം എന്താണെന്ന് പഠിച്ചിട്ടാണ് അവർ ബുദ്ധിയുടെ മണ്ഡലത്തിലേക്ക് കടന്നു വരുന്നതെന്ന് പല പുസ്തകങ്ങളിൽ ഞാൻ വായിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും രജനീഷിൻ്റെ പുസ്തകത്തിൽ വ്യക്തമായി അദ്ദേഹം പറയുന്നുണ്ട്. അവരെല്ലാം ബുദ്ധിയുടെ ലോകത്തേക്ക് വരുന്നത് ഈ കമ്മ്യൂണിസ്റ്റ് തത്വശാസ്ത്രം എന്താണെന്ന്, ഭൗതികവാദം എന്താണെന്ന് ഒക്കെ. എൻ്റെ രാഷ്ട്രീയ ഗുരു എന്ന് പറയുന്ന ഈ ഡി മണിച്ചൻ എന്ന് പറയുന്ന നേതാവ് എന്നോടൊരു എപ്പോഴും ചോദിക്കുന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു. പലപ്പോഴും എൻ്റെ സാന്നിധ്യത്തിൽ എന്നോട് അദ്ദേഹം ചോദിച്ചു, ഒരു വെളുത്ത വാവ് മറ്റൊരു വെളുത്ത വാവിൻ്റെ തുടക്കമാകുന്നു, ഒരു വെളുത്ത വാവ് മറ്റൊരു വെളുത്ത വാവിൻ്റെ തുടക്കമാകുന്നു, ശരിയോ തെറ്റോ? അന്ന് ഞാൻ വളരെ കൃത്യമായ മറുപടി എനിക്ക് പറയാൻ സാധിച്ചത് ഇതറിയാവുന്നതുകൊണ്ടാണ്. അതായത് ഒരു വെളുത്ത വാവ് മറ്റൊരു വെളുത്തവാവിൻ്റെ തുടക്കമാവെന്ന് പറഞ്ഞാൽ ശരിയാണ്. ഗ്രീക്കിലെ ഒരു ചിന്തകൻ അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം തൻ്റെ ശിഷ്യന്മാരെ നിർത്തിയിട്ട് പറഞ്ഞു, അദ്ദേഹം ഒന്ന് നദിയിലേക്ക് ഇറങ്ങി, എന്നിട്ട് കയറി വന്നിട്ട് പറഞ്ഞു, വീണ്ടും ഇറങ്ങി, എന്നിട്ട് പറഞ്ഞു, മുമ്പ് ഞാൻ ഇറങ്ങിയ നദിയിലല്ല ഞാൻ ഇപ്പോൾ നിൽക്കുന്നത്. പിന്നെ അദ്ദേഹം കയറി, പിന്നെ ഇറങ്ങി അദ്ദേഹം, എന്നിട്ട് പറയാം, മുമ്പ് ഞാൻ ഇറങ്ങിയ നദിയിലല്ല ഇപ്പോൾ ഞാൻ നിൽക്കുന്നതെന്ന് പറഞ്ഞു. ശിഷ്യന്മാരാപ്പോൾ കൺഫ്യൂഷനായി. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ശരിയോ തെറ്റോ? കുറച്ച് പേര് പറയും ശരിയാണ്, കുറച്ച് പേര് തെറ്റാണ്. എന്നാൽ ശരിയാണത്. കാരണം
പ്രപഞ്ചത്തിൻ്റെ ഓരോ നിമിഷത്തിൻ്റെ ഓരോ അംശത്തിലും പ്രപഞ്ചം മാറിക്കൊണ്ടിരിക്കുകയാണ്. പ്രപഞ്ചത്തിൻ്റെ ഓരോ, ഇപ്പോൾ ഞാൻ പിടിച്ച ഈ മൊബൈലിലല്ല ഞാൻ ദാ ഇപ്പം പിടിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ശരിയാണത്. അത് ചിന്തിക്കാത്ത ഒരാൾക്കത് തെറ്റാണെന്ന് തോന്നും. ഈ ഇപ്പം ഞാൻ പിടിച്ച മൊബൈലല്ല ഞാൻ ദാ ഇപ്പം പിടിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ശരിയാണത്. കാരണം ഈ മൊബൈലും നിരന്തരമായ മാറ്റത്തിലൂടെ വർഷങ്ങൾക്ക് നൂറ്റാണ്ടുകൾ കഴിച്ച് ഇതില്ലാതാവുകയാണ്. അതായത് ഇത് ദ്രവിച്ച് അതാണ് മാറ്റം. അതാണ് മാറ്റമില്ലാത്തത് മാറ്റത്തിന് മാത്രമെന്ന് പറയുന്ന ഒരു തത്വചിന്ത കമ്മ്യൂണിസ്റ്റ് തത്വചിന്തയാണ്. മാറ്റത്തിന് നിരന്തരമായി വിധേയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് സൂര്യനും ചന്ദ്രനും ഈ സർവ്വചരാചരങ്ങളും ഗോളങ്ങളും എല്ലാം മാറ്റത്തിന് സർവ്വസമയം വിധേയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, മാറിക്കൊണ്ടിരിക്കുകയാണ്. മാറി ബൈബിളിൽ പറയുന്നുണ്ട് സൂര്യൻ ഇരുണ്ടുപോകും എന്ന് പറയുന്നത് വളരെ ശാസ്ത്രീയമായി ശരിയാണ്. സൂര്യൻ കാർബണായി മാറും, അത് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ട കാര്യമാണ്. കാർബണാണ് സൂര്യൻ, അത് അവസാനം ഇരുണ്ടുപോകും എന്ന് പറയുന്നത് ഓരോ നിമിഷവും ഇതിങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്, മാറിക്കൊണ്ടിരിക്കുകയാണ്, ഇങ്ങനെ മാറ്റത്തിന് വിധേയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അത് ശരിയാണത്. അതാണ് അദ്ദേഹം പറഞ്ഞത്, ഒരു നിലാവ് മറ്റൊരു നിലാവിൻ്റെ തുടക്കമാവുന്നത് ശരിയാണത്. അല്ലെങ്കിൽ കറുത്തവാവിൻ്റെയിലേക്ക് അല്ല വരുന്നത്, വീണ്ടും വെളുത്തവാവിൻ്റെ തരത്തിലേക്ക് അതിങ്ങനെ പരിവർത്തനം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കമ്മ്യൂണിസ്റ്റ് തത്വശാസ്ത്രങ്ങളുടെ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു തത്വചിന്തയാണ് മാറ്റത്തിന് വിധേയപ്പെട്ടുകൊണ്ടിരിക്കും. അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ ഭൗതികവാദവുമായി ബന്ധപ്പെട്ട് പറയാനുണ്ട്. അത് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വിശദീകരിക്കാനുള്ള സമയം കിട്ടില്ല. പക്ഷേ ഇന്നത്തെ രസകരമായ ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്ന് രാഷ്ട്രീയത്തിൽ വരുന്നവർ താല്പര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് വരുന്നത്. താല്പര്യമാണ് പ്രശ്നം. അത് വളരെ ശരിയാണ്. ഏത് രംഗത്തും താല്പര്യമാണ് പ്രശ്നം. എൻ്റെ താല്പര്യത്തിന് ഞാൻ രാഷ്ട്രീയത്തിൽ വരുന്നു, അവൻ്റെ താല്പര്യം സംരക്ഷിക്കാൻ അവൻ വരുന്നു. അവൻ സംസാരിക്കുന്നതും പ്രവർത്തിക്കുന്നതും താല്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ശരിയാണ്, അച്ഛനും മകനും തമ്മിൽ താല്പര്യം രണ്ടായാൽ അവരുടെ വീടനവാദം ഉണ്ടാവും. താല്പര്യം ഒന്നാണെങ്കിൽ അവരൊന്നിച്ച് മുന്നോട്ട് പോകും. പക്ഷേ താല്പര്യം രണ്ടായാൽ അവിടെ പ്രശ്നം ഉദിക്കും. അത് എത്ര പല രക്തബന്ധമായാലും ശരി, സഭയായാലും ശരി, ഒക്കെ താല്പര്യമാണ് പ്രശ്നം. മാറ്റത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുന്ന നിരന്തരമായ ചലനത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രപഞ്ചം മാറിക്കൊണ്ടിരിക്കുന്ന ഇങ്ങനെ ഒരു ഭൗതികവാദപരമായിട്ടുള്ള ചിന്തയുടെ അടിസ്ഥാനത്തിലാണ് കമ്മ്യൂണിസ്റ്റ് പ്രശ്നങ്ങളെ അവലോകനം ചെയ്യുന്നത്. ഒരു പ്രശ്നം ഉണ്ടായാൽ അവിടെ ഈ ഭൗതികവാദിയായിട്ടുള്ള അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാരനാണ് ആ പ്രശ്നത്തെ കൈകാര്യം ചെയ്യുന്നത്. ഈ തത്വശാസ്ത്രം അറിയാതെ അത് കൈകാര്യം ചെയ്താൽ അത് പാളിപ്പോവും. പക്ഷേ അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ പ്രശ്നത്തെ കൈകാര്യം ചെയ്താൽ വളരെ കറക്റ്റായിരിക്കും എന്നാണ് കമ്മ്യൂണിസ്റ്റ് തത്വശാസ്ത്ര അനുകാരികൾ പറയുന്നത്.